നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീല, ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ പത്തനാപുരം. ഇന്ന് നാം ആലോചിക്കുന്നത് ഇപ്പോഴത്തെ സ്ത്രീ പുരുഷന്മാരിൽ ലൈംഗിക ബലഹീനത വർദ്ധിക്കുന്നത് എന്തുകൊണ്ടാണ്. മുൻ തലമുറകളിൽ ഇത്രമാത്രം ലൈംഗിക പരാതികളും ദാമ്പത്യ പ്രശ്നങ്ങളും ഇല്ലായിരുന്നു. ഇന്നത്തെ ജീവിത ശൈലിയാണ് ലൈംഗിക ജീവിതത്തിന്റെ പരാജയത്തിന്റെ പ്രധാന കാരണം. വർദ്ധിച്ചു വരുന്ന സമ്മർദ്ദങ്ങൾ അവരുടെ ജീവിതത്തെ ബാധിക്കുന്നു. ഇന്നത്തെ വിദ്യാഭ്യാസ രീതിയിൽ മാനസിക ശാരീരിക വ്യായാമത്തിനോ ഉല്ലാസത്തിനോ യാതൊരു പ്രാധാന്യവുമില്ല. ഇന്നിപ്പോൾ മലയാളികൾ ചെയ്യുന്ന ജോലികൾ ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാകും. ദീർഘസമയം ജോലി സ്ഥലത്ത് ഒരേ ഇരിപ്പിരുന്ന് അമിത മാനസിക സമ്മർദ്ദം അനുഭവിച്ച് ആവശ്യത്തിന് ഉറക്കമില്ലാതെ ഫിസിക്കലി, മെന്റലി, ഇമോഷണലി പറ്റിയ ഒരു അവസ്ഥയിലേക്ക് അവരെത്തുന്നു. രാവിലെ അടുക്കളയിലെ ഓട്ടം, തുടർന്ന് ട്രാഫിക് ജാം, നീണ്ട യാത്രകൾ, സാമ്പത്തിക സമ്മർദ്ദം, ജോലി സ്ഥലത്തെ വഴക്കുകൾ, ടാർജറ്റുകൾ, വീട്ടിലെ പങ്കാളിയും മാതാപിതാക്കളും മക്കളും അടങ്ങുന്നവരുമായിട്ടുള്ള വഴക്കുകൾ, ഇതെല്ലാം നേരിടുന്നവർക്ക് എങ്ങനെ സന്തോഷമായിട്ടിരിക്കാൻ കഴിയും? ആ അസംതൃപ്തി ദാമ്പത്യത്തിലും പ്രതിഫലിക്കും. ടിവിയിലും മൊബൈലും ഒക്കെ നോക്കിയാലോ പാട്ടുപാടി നൃത്തം വയ്ക്കുന്ന കവിതാക്കൾ, വീട്ടിലോ പാട്ടൊഴിഞ്ഞ നേരവുമില്ല. ഏത് പാട്ടാണെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. നമുക്ക് ആകെ ചെയ്യാവുന്ന കാര്യം ജോലി സ്ഥലത്തെ കാര്യങ്ങൾ അവിടെ ഉപേക്ഷിക്കുക, അവ വീട്ടിലേക്ക് എടുത്തു കൊണ്ടുവരാതിരിക്കുക. ഒരുപക്ഷെ വീട്ടിൽ അവ എത്തിയാലും ബെഡ്റൂമിലേക്ക് ഒരിക്കലും അവ കൊണ്ടുവരരുത്. സ്ട്രെസ്, ടെൻഷൻ, ആങ്സൈറ്റി എന്നിവ സെക്സിന്റെ ശത്രുക്കൾ തന്നെയാണ്. ഇവർ ഒരുമിച്ചാൽ സെക്സ് തീർന്നു. സ്ട്രെസ്സിന്റെ ഫിസിയോളജിക്കൽ റെസ്പോൺസിൽ നമ്മുടെ രക്തം മറ്റ് അവയവങ്ങളിലേക്ക് ഇരച്ചു കയറും. കൈയും കാലും മറ്റുമായിരിക്കും ശക്തമാവുക, ലിംഗമല്ല. ആങ്സൈറ്റി ശരീരത്തിൽ നോറിഫ്രീനെഫ്രിൻ എന്ന ഹോർമോൺ ഉണ്ടാക്കും. അവ രക്തക്കുഴലുകളെ ചുരുക്കും, അതായത് ഇറക്ഷന് നേരെ വിപരീത പ്രവർത്തനം. പിന്നെ ലഹരി കൂടി ഉണ്ടെങ്കിലോ ഒന്നും പറയേണ്ടതില്ല. സ്ട്രെസ് കുറയ്ക്കുന്നതിനായി മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കും. അപ്പോൾ ശേഷി വീണ്ടും കുറയും. ഷേക്സ്പിയർ പണ്ട് പറഞ്ഞതുപോലെ, ആൽക്കഹോൾ പ്രൊവൈഡ്സ് ദി ഡിസയർ ബട്ട് ഇറ്റ് ടേക്സ് അവേ ദ പെർഫോമൻസ് എൻഹാൻസിങ് ഡീക്കേസ്. ഇങ്ങനെ തന്നെ. അതിനാൽ ശക്തമായ രീതിയിൽ സെക്സിനെ സമീപിക്കുക, പ്രശ്നം തിരിച്ചറിഞ്ഞ് പരിഹരിക്കുക, സന്തോഷമായി ദീർഘകാലം ജീവിക്കുക.